യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേക അഗ്നിയുടെ ശ്രോതാക്കൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും. ഇന്ന് നമ്മൾ ശ്രവിക്കുന്നത് ന്യായവിധിയെക്കുറിച്ചാണ്. വിശുദ്ധ ലിഖിതം ദൈവമക്കൾക്ക് വേണ്ടി നൽകുന്ന വെളിപ്പാടുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് ന്യായവിധിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവാണ് പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത്. ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജഡത്തിന്റെ മേൽ എഴുന്നള്ളി വന്ന് പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യങ്ങൾ പതിച്ചു തന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടികൊള്ളുന്ന ദൈവവചന വിപരീതമായ എല്ലാ ശക്തികളെയും തകർത്ത് വചനത്തിന് വേണ്ടി ഞങ്ങളെയും ഹൃദയങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സമ്മേളിച്ചിരിക്കുന്ന സ്ഥലം മുഴുവനും പരിശുദ്ധാത്മാവെ വന്ന് നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മ ശക്തിയെ എഴുന്നള്ളി വരണമേ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല വ്യക്തികളുടെയും ജീവചരിത്രങ്ങളിൽ അച്ഛൻ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. അവരുടെ മരണത്തിന്റെ നിമിഷങ്ങളിൽ അവർ വലിയ വേദനയോടെ ഈ ലോകത്തിലെ അവസാന നിമിഷങ്ങൾ വലിയ സംഭ്രമത്തിലും വേദനയിലും ചെലവഴിക്കുന്നത്. വിശ്വപ്രസിദ്ധനായ വോൾട്ടയർ തന്റെ ജീവിതത്തിന്റെ അന്ത്യ നിമിഷങ്ങളിൽ അദ്ദേഹം പറഞ്ഞ അവസാന വാക്കുകൾ ജീവചരിത്രത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, തീ തീ, ഇതാ ഞാൻ വലിയ തീ പൊയ്കയിൽ അകപ്പെട്ടിരിക്കുന്നു, തീ തീ. ഇങ്ങനെ അലറി കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ലോകം വിട്ടുപോയി. അദ്ദേഹത്തിന്റെ അന്ത്യ നിമിഷങ്ങളിലെ ഈ അവസ്ഥകൾ കണ്ട് അദ്ദേഹത്തിന് വേണ്ടി അന്ത്യശുശ്രൂഷ ചെയ്തിരുന്ന നേഴ്സ് തന്റെ ഡയറിയിൽ ഇങ്ങനെ രേഖപ്പെടുത്തി, ഈ ലോകത്തുള്ള മുഴുവൻ സമ്പത്ത് നൽകാമെന്ന് പറഞ്ഞാലും ഇനി ഇതുപോലുള്ള ഒരാൾക്ക് ഞാൻ അന്ത്യശുശ്രൂഷ ചെയ്യാൻ പോവുകയില്ല. കാരണം അത്രയ്ക്കും ഭയാനകമായിരുന്നു ആ രംഗങ്ങൾ. മറ്റൊരു വ്യക്തി തന്റെ ജീവിതത്തിൽ തന്റെ അന്ത്യ നിമിഷങ്ങളിൽ ദൈവമേ ദൈവമേ എന്ന് അലറി വിളിച്ചുകൊണ്ട് മരണമടഞ്ഞു. ഷോപ്പനവർ എന്ന വ്യക്തിയുടെ ജീവചരിത്രത്തിലാണ് നമ്മൾ ഇത് കാണുന്നത്. വളരെ വിശ്വപ്രസിദ്ധനായ ചിന്തകനായിരുന്നു ഷോപ്പനവർ. അദ്ദേഹം മരിക്കുമ്പോൾ ഈ വിധം ഭയാനകമായിട്ടാണ് മരിച്ചത്. ദൈവമേ ദൈവമേ എന്ന് അദ്ദേഹം അലറി കരഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അടുത്തു നിന്ന് ചോദിച്ചു, ഗുരു, ജീവിതകാലം മുഴുവൻ ദൈവം ഇല്ലെന്നും ദൈവത്തിനെതിരായി അങ്ങ് പഠിപ്പിച്ചിട്ട് ഈ നിമിഷങ്ങളിൽ ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നത് വലിയ നാണക്കേടാണ്. എന്താ അങ്ങനെ ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നത്? ഉടനെ അദ്ദേഹം ശിഷ്യന്മാരോട് പറഞ്ഞു, എന്റെ വലിയ തത്വചിന്തകളോ എന്റെ വലിയ ന്യായബോധ്യങ്ങളോ ഒന്നും എനിക്കിപ്പോൾ ആശ്വാസം നൽകുന്നില്ല. ദൈവമേ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ മാത്രമാണ് എന്റെ ആത്മാവിന് ഒരല്പം തണുപ്പ് അനുഭവപ്പെടുന്നത്. അദ്ദേഹവും വലിയൊരു അഗ്നിയുടെ അനുഭവത്തിലാണ് ഈ ലോകം വിട്ടുപോയത്. വലിയ വെന്തുരുകുന്ന ഒരു അനുഭവത്തിലാണ് അദ്ദേഹം ഈ ലോകം വിട്ടുപോയത്. അതുകൊണ്ടാണ് ദൈവമേ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ മാത്രമാണ് എനിക്കൊരല്പം തണുപ്പ് അനുഭവപ്പെടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇതുപോലെ ഈ ലോകം വിട്ടുപോയ അനേകം വ്യക്തികളുടെ അന്ത്യ നിമിഷങ്ങൾ വളരെ ഭയാനകങ്ങളായിരുന്നു. ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയോ അങ്ങനെയായിരിക്കും ആ വ്യക്തിയുടെ അന്ത്യമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. യേശുക്രിസ്തുവിന്റെ മാർഗത്തിൽ നന്നായി ജീവിച്ച വ്യക്തികളുണ്ട്. അവരുടെ അന്ത്യ നിമിഷങ്ങളെ നമുക്ക് നോക്കാം. വിശുദ്ധ അന്തോനിയോസ് പുണ്യവാളൻ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മരണക്കിടക്കിൽ മരണത്തോട് അടുത്തുകൊണ്ട് കിടന്നപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മരണത്തെ സ്വീകരിക്കുകയാണ്. മരണ നിമിഷം എത്തിയപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എല്ലാ പ്രാർത്ഥനകളും നിർത്തി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ദൂരെ ഒരു സ്ഥലത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ചുറ്റുമുള്ള സന്യാസിമാർ ചോദിച്ചു, ഗുരു, അങ്ങിപ്പോൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഉടനെ സുസ്മരവദനായി അന്തോനിയോസ് പുണ്യവാളൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ എന്റെ കർത്താവിനെ കാണുന്നു. അദ്ദേഹം ഇത് പറഞ്ഞ് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. അന്തോനിയോസ് പുണ്യവാളൻ തന്റെ ജീവിതത്തിൽ പറഞ്ഞ ഏറ്റവും അവസാനത്തെ വാക്ക് ഇതാണ്, ഞാൻ എന്റെ കർത്താവിനെ കാണുന്നു. അന്തോനിയോസ് പുണ്യവാളൻ മരിച്ചു. അന്തോനിയോസ് പുണ്യവാളന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ കാഴ്ച കർത്താവിനെ കണ്ട കാഴ്ചയാണ്. ഇന്ന് നാം പരസ്പരം മുഖാഭിമുഖം കാണുന്നത് പോലെ ഈ കണ്ണുകൾ കൊണ്ട് തന്നെ ആ നിമിഷങ്ങളിൽ കർത്താവിനെ കാണാൻ അന്തോനിയോസ് പുണ്യവാളന് കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്.
സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ ജീവിതത്തിലും ഇതുപോലുള്ള സംഭവം ഉണ്ടായി. സാധു കൊച്ചുകുഞ്ഞു ഉപദേശി കർത്താവിന് വേണ്ടി അഹോരാത്രം ഓടി അങ്ങനെ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മരണനിമിഷമായപ്പോൾ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിക്ക് വലിയൊരു ആകാംക്ഷയുണ്ടായി. എന്തായിരിക്കും ഈ മരണം, എങ്ങനെയായിരിക്കും ഈ മരണം? അദ്ദേഹം ആകാംക്ഷയോടെ മരണത്തിന് വേണ്ടി കാത്തു കാത്തു കിടക്കുകയാണ്. അപ്പോൾ മരണത്തെ ആകാംക്ഷപൂർവ്വം പാർത്ത് കിടന്ന നമ്മുടെ സാധു കൊച്ചുകുഞ്ഞു ഉപദേശി മരണം തൊട്ടടുത്തെത്തിയപ്പോൾ സന്തോഷം കൊണ്ട് നിറഞ്ഞ് അദ്ദേഹം ഉറക്കെ പറഞ്ഞു, ഓഹോ, ഇതാണോ മരണം? പിന്നെ അദ്ദേഹം പറഞ്ഞു, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു 10-20 തവണ പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം മരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സംഭവത്തെ വെച്ച് ധ്യാനിച്ചപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി. മരണം എന്താണ്, മരണം എങ്ങനെയിരിക്കും എന്ന് ചിന്തിച്ച് ആകാംക്ഷാപൂർവ്വം പാർത്ത് കിടന്ന സാധു കൊച്ചുകുഞ്ഞു ഉപദേശി മരണത്തിന് തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ എതിരേൽക്കാൻ വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ മുഖാഭിമുഖം കണ്ടു. അദ്ദേഹത്തിന് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ജീവിതത്തിൽ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്നതാണ് യേശു ക്രിസ്തുവിനെ കാണണം, യേശു ക്രിസ്തുവിനെ ഒന്ന് കാണണം. ഇതാ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം സഫലമാവുകയാണ്. യേശു ക്രിസ്തുവിനെ മുഖാഭിമുഖം കണ്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം സന്തോഷം കൊണ്ട് കുതിച്ചു ചാടി. അദ്ദേഹം പറഞ്ഞു, ഓഹോ, ഇതാണോ മരണം? ഹല്ലേലൂയ. യേശു ക്രിസ്തു വരുമ്പോൾ യേശു ക്രിസ്തുവിനോടൊപ്പം അനേക ശതം മാലാഖ വൃന്ദങ്ങൾ ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിനെ അകമ്പടി സേവിക്കുകയാണ്. ആ മാലാഖമാരോട് ചേർന്ന് സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയും പറഞ്ഞു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 10-20 തവണ പറഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. ഇതൊരു വലിയ ആത്മീയ സത്യമാണ്. ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയോ അങ്ങനെയായിരിക്കും മരണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഈ ലോകത്തിൽ പാപമില്ലാതെ, പാപം വിട്ടുപേക്ഷിച്ച്, തിന്മ വിട്ടുപേക്ഷിച്ച്, അന്ധകാരം വിട്ടുപേക്ഷിച്ച് ദൈവത്തിന് പ്രിയനായി ജീവിച്ചാൽ, ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചാൽ, ദൈവത്തിന് ഒരു പൈതലായി ജീവിച്ചാൽ, പരദീസയ്ക്ക് യോഗ്യമായ വിധം ജീവിച്ചാൽ മരിക്കുന്ന നിമിഷങ്ങളിൽ പരദീസയിലേക്ക് കൊണ്ടുപോകാൻ കർത്താവായ യേശു ക്രിസ്തു തന്നെ നേരിട്ട് വരും. നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. നമ്മുടെ പിതാക്കന്മാരുടെ പൂർവികരുടെ അനുഭവം മാത്രമല്ല, ബൈബിളിൽ തന്നെ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വ്യക്തി സ്വർഗത്തിന് യോഗ്യമായതും ജീവിച്ചാൽ മരിക്കുന്ന നിമിഷങ്ങളിൽ അദ്ദേഹം കാണുന്നത് തീയായിരിക്കില്ല, മരിക്കുന്ന നിമിഷങ്ങളിൽ അദ്ദേഹം കാണുന്നത് നരകമായിരിക്കില്ല, മരിക്കുന്ന നിമിഷങ്ങളിൽ അദ്ദേഹം പീഡയായിരിക്കില്ല അനുഭവിക്കുന്നത്, സ്വർഗീയ സന്തോഷം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം തീഷ്ണമതിയായ എസ്തഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മരണത്തിന്റെ തൊട്ട് മുമ്പിലെത്തിയപ്പോൾ എസ്തഫാനോസ് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതും പിതാവിന്റെ വലതുഭാഗത്ത് യേശു ക്രിസ്തു നിൽക്കുന്നത് ഞാൻ കാണുന്നു. എസ്തഫാനോസ് കണ്ട അവസാനത്തെ കാഴ്ചയാണ്. എസ്തഫാനോസ് പറഞ്ഞ അവസാനത്തെ വാക്യങ്ങളാണ്, ഞാൻ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതും പിതാവിന്റെ വലതുഭാഗത്ത് യേശു ക്രിസ്തു നിൽക്കുന്നതും ഞാൻ കാണുന്നു. അദ്ദേഹത്തിന് ചുറ്റിനും എത്രയോ ആളുകളുണ്ട്, അവർക്കാർക്കും ഇത് കാണാൻ പറ്റിയില്ല. എന്നാൽ എസ്തഫാനോസിന്റെ കണ്ണുകൾ കണ്ടത് അവൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ചുറ്റുമുണ്ടായിരുന്നവർ ആക്രോശിച്ചുകൊണ്ട് വീണ്ടും കല്ലെറിഞ്ഞു. അദ്ദേഹത്തിന്റെ മരണം ആസന്നമായി. യേശു ക്രിസ്തു, പിതാവിന്റെ വലതുഭാഗത്തു നിന്ന് യേശു ക്രിസ്തു എസ്തഫാനോസിന്റെ അടുത്തെത്തി ഈ ആത്മാവിനെ കരങ്ങളിലേക്ക് എടുത്തു. അപ്പോൾ എസ്തഫാനോസ് പറഞ്ഞു, എന്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എസ്തഫാനോസ് മരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു വലിയ ആത്മീയ സത്യമാണ്. ഈ ലോകത്തിൽ സ്വർഗത്തിന് അനുഗുണമായ വിധം ജീവിച്ചാൽ, ഈ ലോകത്ത് യേശു ക്രിസ്തുവിന്റെ പ്രിയനായി ജീവിച്ചാൽ, മരിക്കുമ്പോൾ യേശു ക്രിസ്തു അടുത്തു വന്ന് ആത്മാവിനെ നിത്യ പരദീസയിലേക്ക് കൊണ്ടുപോകും, ആത്മാവിനെ നിത്യ സന്തോഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, ആത്മാവിനെ നിത്യ കൂടാരങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്നാൽ പാപം ചെയ്ത് ജീവിച്ചാലോ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, അവൻ അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെടും. വെളിപാടിന്റെ പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്ത എല്ലാവരും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടും. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്ത എല്ലാവരും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടും. ഇതാണ് 2ാമത്തെ മരണം, അഗ്നി തടാകം. വലിയൊരു അഗ്നി തടാകമുണ്ട്. എനിക്കും നിങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർഗങ്ങളും വിശുദ്ധ ജീവിതവും ഒരു കാര്യമായി തോന്നുന്നില്ലെങ്കിൽ, മക്കളെ, ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, ഒരു കാര്യം സത്യമാണ്. ഒരു ന്യായവിധി, ഒരു അഗ്നി തടാകം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ജീവന്റെ ഗ്രന്ഥത്തിൽ ഞാനും നിങ്ങളും പേരെഴുതപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ഞാനും നിങ്ങളും അഗ്നി തടാകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്.
വെളിപാടിന്റെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുന്നു, വ്യഭിചാരികൾ, ഭീരുക്കൾ, ദുർമാർഗികൾ, അവിശ്വാസികൾ, വിഗ്രഹാരാധകർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം, അഗ്നി തടാകം. ഇതാണ് രണ്ടാമത്തെ മരണം, അഗ്നി തടാകം. ആരുടെ പേരാണ് ജീവന്റെ ഗ്രന്ഥത്തിൽ ഇല്ലാത്തത്? ആരുടെ പേരുകളാണ് ജീവന്റെ ഗ്രന്ഥത്തിൽ നിന്ന് മായ്ക്കപ്പെട്ടിരിക്കുന്നത്? പുറപ്പാടിന്റെ പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ 33-ാമത്തെ വാക്യം, മോശപ്രവാചകനോട് ദൈവമായ കർത്താവ് അരുളി ചെയ്തു, എനിക്കെതിരായി പാപം ചെയ്യുന്നവന്റെ പേരുകളാണ് ജീവന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ മായ്ച്ചു കളയുന്നത്. എനിക്കെതിരായി പാപം ചെയ്യുന്നവന്റെ പേരുകൾ ജീവന്റെ ഗ്രന്ഥത്തിൽ നിന്ന് മായ്ച്ചു കളയപ്പെടും. മകനെ, മകളെ, നിന്റെ പേര് ജീവന്റെ ഗ്രന്ഥത്തിലുണ്ടോ? നിന്റെ പേര് ജീവന്റെ ഗ്രന്ഥത്തിലുണ്ടോ? നീ പാപം ചെയ്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ പാപത്തിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിശ്ചയമായും നിന്റെ പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ ഇല്ല. വ്യാമോഹം വേണ്ട. ദൈവത്തെ ആർക്കും കബളിപ്പിക്കാനാവുകയില്ല. ദൈവത്തെ ആർക്കും കബളിപ്പിക്കാനാവുകയില്ല. വ്യാമോഹം വേണ്ട. ഡു നോട്ട് ബി ഡിസീവ്ഡ്. നീ വഞ്ചിതനാകരുത്. നീ വഞ്ചിതനാകരുത്. നിനക്ക് ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. നീ പാപത്തിലിരിക്കുന്ന വ്യക്തിയാണോ? നീ പാപത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തിയാണോ? നീ പാപത്തിൽ ആയിരിക്കുന്ന വ്യക്തിയാണോ? ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, നിന്റെ പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ ഇല്ല. നിന്റെ യാത്ര എങ്ങോട്ടാ? നിന്റെ ജീവിതം എങ്ങോട്ടാ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? അഗ്നി തടാകത്തിലേക്കാണോ? അത് സ്വർഗനാട്ടിലേക്കാണോ? മകനെ, നീ പാപത്തിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ ഇല്ല. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരില്ലാത്ത എല്ലാവരും അഗ്നി തടാകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിൽ ജീവന്റെ ഗ്രന്ഥത്തിലുള്ള പേര് നിർണായകമാണ്. ജീവന്റെ ഗ്രന്ഥത്തിലുള്ള പേര് നിർണായകമാണ്. എന്റെയും നിങ്ങളുടെയും പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ നിന്നും അയച്ചു പോകുന്നത് ഞാൻ നിങ്ങൾ പാപത്തെ തെരഞ്ഞെടുക്കുമ്പോഴാണ്. ഞാൻ നിങ്ങൾ മനഃപൂർവ്വം പാപത്തെ തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ നിങ്ങൾ മനഃപൂർവ്വം പാപത്തെ വിട്ടുപേക്ഷിക്കാതെ പാപത്തെ താലോലിച്ചു കൊണ്ട് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ, എനിക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് വലിയൊരു ശ്രേഷ്ഠ ഭാഗ്യമാണ്, ജീവന്റെ ഗ്രന്ഥത്തിലുള്ള പേര്. യേശുക്രിസ്തു തന്റെ അപ്പസ്തോലന്മാരോട് പഠിപ്പിച്ചു, നിങ്ങൾ ഈ ഭൂമിയിൽ സന്തോഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. അപ്പോസ്തലന്മാര് സുവിശേഷം പ്രസംഗിച്ച് മടങ്ങി വന്നിട്ട് വലിയ ആഹ്ലാദത്തോടെ യേശുക്രിസ്തുവിനോട് പറഞ്ഞു, കർത്താവേ, പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അപ്പോൾ യേശുക്രിസ്തു അവരോട് പറഞ്ഞു, പിശാചുകൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. പിന്നെയോ നിങ്ങളുടെ പേരുകൾ ജീവന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. ഒരു ദൈവ പൈതൽ സന്തോഷിക്കാനുള്ള ഏറ്റവും വലിയ സംഗതി, ഏറ്റവും വലിയ കാര്യം, അവന്റെ ജീവന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. പാപം വിട്ടുപേക്ഷിച്ച വ്യക്തിയാണോ? യേശുക്രിസ്തുവിന്റെ ശിഷ്യനായി മാറിയൊരു വ്യക്തിയാണോ? നിന്റെ പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നീ അതിനെ ഓർത്ത് ആഹ്ലാദിക്കുക, നീ അതിനോർത്ത് സന്തോഷിക്കുക, അതിനോർത്ത് അഭിമാനം കൊള്ളുക. അതിനോർത്ത് നിന്റെ ഹൃദയത്തിൽ വലിയ അഭിമാനം ഉണ്ടാകട്ടെ, ആവേശം ഉണ്ടാകട്ടെ. നിന്റെ പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ ഇല്ലെങ്കിൽ, നീ പാപത്തിൽ തുടരുന്ന വ്യക്തിയാണെങ്കിൽ നീ കരയണം, നീ കരയണം. അല്ലയോ പാപികളെ, നിങ്ങളുടെ കരങ്ങൾ ശുചിയാക്കുവിൻ, നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിൻ. ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾ കരയും, ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ചിരിക്കും. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ കർത്താവായ ദൈവത്തിന്റെ ആത്മാവ് ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവന്റെ ഗ്രന്ഥത്തിൽ പേരുള്ള എല്ലാവരും ചിരിക്കും. എന്നാൽ ജീവന്റെ ഗ്രന്ഥത്തിൽ പേരില്ലാതെ ഇന്ന് ജഡത്തിന്റെ ആസക്തികളെ തൃപ്തിപ്പെടുത്തി കാമവെറിക്കൂത്തുകളിൽ മുഴുകി, പാപവെറിക്കൂത്തുകളിൽ മുഴുകി, പാപത്തിന്റെ അന്ധകാരത്തിന്റെ സുഖം ആസ്വദിച്ച് പാപത്തിന്റെ നൈനിമിഷിക സുഖങ്ങളിൽ മുഴുകി ഈ ലോകത്തിന്റെ ഗതികളിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതമാണോ എന്റെയും നിങ്ങളുടെയും ജീവിതം? നിങ്ങൾ ഒരിക്കൽ കരയും, കരയും, കരയും. ഇത് ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾ കരയും, ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾ കരയും. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താണ് ഈ ജീവിതത്തിന്റെ അർത്ഥം? എങ്ങോട്ടാണ് ഈ ജീവിതം പോകുന്നത്? ഈ ജീവിതത്തിൽ ഒരു വലിയ ദാഹം ഉണ്ടാകണം. എന്റെ പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെടണം, എന്റെ പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ ഉണ്ടാകണം. എനിക്ക് കർത്താവിന്റെ നാട്ടിൽ കർത്താവിനെ മുഖാമുഖം കാണണം, എനിക്ക് കർത്താവിനെ ആരാധിക്കണം, എനിക്ക് എന്റെ പിതാവിന്റെ നാട്ടിൽ പിതാവിനെ മുഖാമുഖം കണ്ട് യുഗങ്ങളോളം ജീവിക്കണം. ഈ ഒരു ആഗ്രഹം ഉണ്ടാകണം. എന്നാൽ ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ, ന്യായവിധിക്കായി നിൽക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും പാപം എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്കും ജീവന്റെ നാട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 20-ാം വാക്യം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ജ്ഞാനം 4:20, ന്യായവിധിക്കായി വിളിക്കപ്പെടുമ്പോൾ തങ്ങളുടെ പാപങ്ങൾ അവരുടെ മുഖത്ത് തുറിച്ചു നോക്കി അവരെ കുറ്റപ്പെടുത്തും. ഞാനും നിങ്ങളും ചെയ്ത പാപങ്ങൾ എന്റെയും നിങ്ങളുടെ ന്യായാസനത്തിങ്കൽ
ന്യായവിധിക്കാൻ നിൽക്കുന്ന സമയത്ത് ഞാനും നിങ്ങൾ ചെയ്ത പാപങ്ങൾ എന്റെയും നിങ്ങളുടെ മുഖത്ത് തുറച്ചു നോക്കി എന്നെയും നിങ്ങളെയും കുറ്റപ്പെടുത്തും. ആ സമയത്ത് ഞാനിത് ചെയ്തിട്ടില്ല, ഞാനിത് അറിയില്ല, ഇത് ഞാൻ ചെയ്ത പാപമല്ല എന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 6-ാം വാക്യം, അവിഹിതമായ വീഴ്ചയിൽ പറഞ്ഞ സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളായി രംഗപ്രവേശം ചെയ്യും. അല്ലയോ പ്രിയ പൈതലേ, ഞാനും നിങ്ങൾ ചെയ്ത പാപത്തെക്കുറിച്ച് തർക്കിച്ച് ഇത് ഞാൻ ചെയ്തതല്ല, ഇത് ഞാൻ ചെയ്തതല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോൾ ഇതാ സാക്ഷിയായി ഒരുവൻ രംഗപ്രവേശം ചെയ്യും. അവൻ ഇറങ്ങി വന്നിട്ട് ചോദിക്കും, ചേട്ടാ എന്നെ പരിചയമുണ്ടോ? അവനെ കാണുമ്പോൾ നിങ്ങളുടെ കാലുകൾ കൂട്ടിയിടിക്കും, നിങ്ങളുടെ അണ്ണാക്കിൽ നാവ് ഒട്ടിപ്പോകും. കാരണം അവിഹിതമായ വീഴ്ചയിൽ പിറന്ന സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളായി രംഗപ്രവേശം ചെയ്യും. ആ സമയത്ത് മറുപടി ഉണ്ടായിരിക്കില്ല. ഞാനും നിങ്ങൾ ചെയ്ത ഓരോ പാപവും അതിന്റെ തെളിവ് സഹിതമായിരിക്കും ന്യായാസനത്തിങ്കൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വിസ്താരം ചെയ്യാൻ കടന്നു വരിക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതൊരു വലിയ ആത്മീയ യാഥാർത്ഥ്യമാണ്. എനിക്ക് നിങ്ങൾക്കൊരു ന്യായവിധിയുണ്ട്. കൊരിന്ത്യർ എഴുതിയ 2-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 10-ാം വാക്യം, 2 കൊരിന്ത്യർ 5:10, ഓരോരുത്തരും താങ്കളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വരേണ്ടി വരും. ഈ ശരീരത്തിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കൽ ഒരിക്കൽ വരേണ്ടി വരും. യാക്കോബ് 2:13, കാരുണ്യം കാണിക്കാത്തവന് കാരുണ്യരഹിതമായ വിധിയുണ്ടാകും. എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ ഹൃദയങ്ങൾ കർത്താവിലേക്ക് ഉയരട്ടെ. ജീവിതത്തിൽ ഒരു വ്യത്യാസത്തിന് വേണ്ടി ആഗ്രഹിക്കുക മക്കളെ. പാപത്തിൽ പൂണ്ട് പാപ വെറിക്കൂത്തുകളിൽ മുഴുകി എങ്ങോട്ടാണ് ഈ ജീവിതം പോകുന്നത്? ഈ ജീവിതത്തിന് ഒരു അർത്ഥം വേണ്ടേ? സ്വർഗനാടിനെ ലക്ഷ്യമാക്കി ജീവിക്കാൻ ഒരു ദാഹമുന്തിക്കട്ടെ. കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ജഡത്തിന്റെ വ്യാമോഹങ്ങളിൽ കുടുങ്ങി പാപത്തിന്റെ വഞ്ചന നിറഞ്ഞ ആസക്തികളിൽ കലുഷിതനായി തകർന്നുകൊണ്ടിരിക്കുന്ന എന്റെ ജീവിതത്തിലേക്ക് അവിടുത്തെ അരൂപിയെ ഇപ്പോൾ വർഷിക്കണമേ. അവിടുത്തെ അരൂപിയാൽ എന്റെ ജീവിതത്തിന് ദിശാബോധമുണ്ടാകട്ടെ. എന്റെ സ്വർഗത്തിൽ എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗനാട്ടിൽ എനിക്ക് പോകണം. എന്റെ ദൈവത്തോടുകൂടെ എനിക്ക് വാഴണം. സ്വർഗനാട്ടിൽ എന്റെ പിതാവിന്റെ രാജ്യത്ത് സൂര്യനെ പോലെ എനിക്ക് പ്രശോഭിക്കണം. വലിയൊരു ആഗ്രഹം, ആത്മീയാഗ്രഹം എന്റെ ഹൃദയത്തിൽ ജനിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, തകർന്നുകൊണ്ടിരിക്കുന്ന ആത്മീയ ജീവിതങ്ങളെ, തകർന്നുകൊണ്ടിരിക്കുന്ന പാപത്താൽ തകർന്നുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ, പാപത്താൽ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ ഇപ്പോൾ സന്ദർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 സ്പർശിക്കണമേ കർത്താവെ. കഠിന പാപികളെ സ്പർശിക്കണമേ. കഠിന പാപബന്ധനങ്ങളുടെ ചങ്ങലകൾ പൊട്ടിക്കണമേ. കഠിന പാപത്തിന്റെ കോട്ടകളെ ഇപ്പോൾ തകർക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അവിരാമം ഞങ്ങൾ പാടാം. ആരാധന, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന,
യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ പരിശുദ്ധനായ യേശുവിന് മുമ്പിൽ എളിമപ്പെടാം. എൻ്റെ ജഡത്തിന്റെ പ്രവണതകളെ പരിശുദ്ധാത്മാവിനാൽ നിഹനിച്ച് ദൈവത്തിന്റെ രാജ്യത്തിലേക്കുള്ളൊരു യാത്രയായി എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവം പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 40-41 മുതലുള്ള വാക്യങ്ങൾ. മനുഷ്യപുത്രൻ തന്നെ ദൂതന്മാരയക്കുകയും അവർ അവന്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപകഥകളിൽ തിന്മ പ്രവർത്തിക്കുന്ന ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. എല്ലാ ദൈവമക്കളും പിതാവിന്റെ നാട്ടിൽ സൂര്യനെ പോലെ പ്രശോഭിക്കുന്ന സ്വർഗ നാട്ടിലെ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ പിശാചിന്റെ കഠിന ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. തന്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി സാത്താൻ അടിമകളാക്കിയിട്ടുള്ള ജീവിതങ്ങളെ ഇപ്പോൾ അവിടുത്തെ അത്ഭുത ശക്തിയാൽ മോചിപ്പിക്കണമേ. സാത്താന്റെ തടവറകൾ ഭേദിക്കണമേ, ചങ്ങലകളെ പൊട്ടിക്കണമേ. ദൈവമക്കൾക്കൊരു സ്വാതന്ത്ര്യം, ആത്മീയ ജീവിതത്തിനുള്ള ആഗ്രഹം ഇപ്പോൾ ജനിക്കട്ടെ. കൂദാശ ജീവിതത്തിനു വേണ്ടി ആഗ്രഹം, തിരുസഭാ ജീവിതത്തിനു വേണ്ടി ആഗ്രഹം, യേശു ക്രിസ്തുവിനോടുകൂടെ വസിക്കാനും യേശു ക്രിസ്തുവിനോടുകൂടെ ജീവിക്കാനും യേശു ക്രിസ്തുവിന്റെ വചനങ്ങൾ അനുസരിക്കാനും യേശു ക്രിസ്തുവിനെ ആരാധിക്കാനും യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാനുമുള്ള വലിയ അഭിഷേകം ഇപ്പോൾ തന്നെ പിതാവേ ഈ ഭൂമിയിലേക്ക്, അങ്ങയുടെ മക്കളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് കരുണാപൂർവം പകർന്നു നൽകണമേ. ഗ്ലോറി, ഹാലലുയ്യ. ഗ്ലോറി, 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 ഗ്ലോറി. ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. പതിനായിരങ്ങൾ സ്പർശിക്കണമേ. പാടാ ആരാ